മാവോയിസ്റ്റ് ഭീകരവാദം പൂർണ്ണമായും തുടച്ചു നീക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഛത്തീസ്ഗഡിൽ കഴിഞ്ഞ വർഷം 287 മാവോയിസ്റ്റ് ഭീകരരാണ് കൊല്ലപ്പെട്ടത്. 1000 ഭീകരരെ അറസ്റ്റ് ചെയ്തതായും റിപ്പോർട്ടുകളുണ്ട്. 837 പേർ കീഴടങ്ങിയെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അറിയിച്ചു. ശക്തമായ നിലപാടാണ് മാവോയിസ്റ്റ് ഭീകരതയ്ക്കെതിരെ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു വരുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ പുതിയ കണക്കുകൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തുവിട്ടിരിക്കുന്നത്. നിലവിൽ മാവോയിസ്റ്റ് ഭീകരവാദം രാജ്യത്ത് നിന്ന് പൂർണ്ണമായും തുടച്ചു നീക്കുമെന്നുള്ള ശക്തമായ നിലപാട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചിരിക്കുകയാണ്. ഛത്തീസ്ഗഡിൽ കഴിഞ്ഞ വർഷം മാത്രം 287 മാവോയിസ്റ്റ് ഭീകരരെയാണ് വധിച്ചത്. 1000 ഭീകരരെ അറസ്റ്റ് ചെയ്തതായും 837 പേർ കീഴടങ്ങിയെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അറിയിച്ചിരിക്കുകയാണ്. ഏറ്റവും പുതിയ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. വളരെ ശക്തമായ നിലപാട് തന്നെയാണ് മാവോയിസ്റ്റ് ഭീകരതയ്ക്കെതിരെ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു വരുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി ചൂണ്ടിക്കാട്ടിയതുപോലെ ശക്തമായ നടപടികളിലേക്കാണ് കടക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന മാവോയിസ്റ്റ് ഭീകരതയെ പൂർണ്ണമായും തുടച്ചു നീക്കുമെന്നുള്ള ഉറച്ച നിലപാടാണ് ഇപ്പോൾ ആഭ്യന്തരമന്ത്രി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതിനിടയിലാണ് ഛത്തീസ്ഗഡിലെ മാവോയിസ്റ്റ് വേട്ട കണക്കുകൾ ഇപ്പോൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ വർഷം മാത്രം ഛത്തീസ്ഗഡിൽ 287 മാവോയിസ്റ്റ് ഭീകരരാണ് കൊല്ലപ്പെട്ടത്. 1000 ഭീകരരെ അറസ്റ്റ് ചെയ്തെന്നും 837 പേർ കീഴടങ്ങിയെന്നുമാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയാണ് ഇപ്പോൾ നിലപാട് ഒന്നുകൂടി വ്യക്തമാക്കിയത്. ഇത് തന്നെയായാലും രാജ്യത്ത് നിന്ന് പൂർണ്ണമായും മാവോയിസ്റ്റ് ഭീകരത ഇല്ലാതാക്കുമെന്നുള്ള ശക്തമായ നിലപാടാണ് ഇപ്പോൾ ആഭ്യന്തരമന്ത്രി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അമിത്ഷാ മുന്നോട്ട് വെച്ച നിലപാടിന് പിന്നാലെ തന്നെ ശക്തമായ നിലപാട് അല്ലെങ്കിൽ നടപടി സ്വീകരിച്ചതിൻ്റെ മറ്റ് വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. കേന്ദ്ര ആഭ്യന്തര മന്ത്രിയാണ് ഈ കണക്കുകൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. വളരെ ശക്തമായ നടപടിയാണ് കമ്മ്യൂണിസ്റ്റ് ഭീകരതയ്ക്കെതിരെ അല്ലെങ്കിൽ മാവോയിസ്റ്റ് ഭീകരതയ്ക്കെതിരെ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു വരുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? വിഷ്ണു, 2026 മാവോയിസ്റ്റ് ഭീകരവാദം പൂർണ്ണമായും തുടച്ചു നീക്കും എന്നുള്ളതാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കിയിട്ടുള്ളത്. ഛത്തീസ്ഗഡിൽ പോലീസ് സേനയുടെ 25ാം വാർഷികവും രാഷ്ട്രപതിയുടെ പുരസ്കാര വിതരണ ചടങ്ങിലും പങ്കെടുത്ത് സംസാരിക്കവെയാണ് ചുവപ്പൻ ഭീകരവാദവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. ഛത്തീസ്ഗഡ് ഉൾപ്പെടെ മാവോയിസ്റ്റ് ബാധിത സംസ്ഥാനങ്ങളിൽ വളരെ കർശനമായ നടപടികളും നിയമപ്രവർത്തനങ്ങളുമാണ് സർക്കാരും സുരക്ഷാ സേനയും സ്വീകരിക്കുന്നത്. മാവോയിസ്റ്റ് വിരുദ്ധ പ്രവർത്തനങ്ങളുമാണ് സർക്കാരും സുരക്ഷാ സേനയും സ്വീകരിക്കുന്നത്. മാവോയിസ്റ്റ് വിരുദ്ധ പ്രവർത്തനങ്ങളിൽ സുരക്ഷാ സേനയുടെ പ്രത്യേകിച്ച് ഛത്തീസ്ഗഡ് പോലീസിന്റെ ധീരത എടുത്തു പറയേണ്ടതും അഭിനന്ദനാർഹവുമാണ്. സുരക്ഷാ സേനയിലെ ഉദ്യോഗസ്ഥർ ജീവൻ പണയം വെച്ചുകൊണ്ടാണ് ജനങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കുന്നത്. അതുകൊണ്ട് തന്നെ ചുവപ്പൻ ഭീകരത 2026 രാജ്യത്ത് നിന്ന് പൂർണ്ണമായും തുടച്ചു നീക്കും എന്നുള്ളതാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കിയത്. അദ്ദേഹം ചില കണക്കുകൾ കൂടി സൂചിപ്പിക്കുകയുണ്ടായി. കഴിഞ്ഞ വർഷം ഛത്തീസ്ഗഡിൽ മാത്രം 287 മാവോയിസ്റ്റ് ഭീകരരാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടത്. കൂടാതെ കഴിഞ്ഞ വർഷം 1000 ഭീകരരെ അറസ്റ്റ് ചെയ്തു. 837 പേർ ആയുധം ഉപേക്ഷിച്ച് കീഴടങ്ങി എന്നുള്ളതുമാണ് അമിത്ഷാ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. നിയമാനുസൃതമായി ആയുധം ഉപേക്ഷിച്ച് കീഴടങ്ങുന്ന ഭീകരർക്ക് നിയമം അനുശാസിക്കുന്ന തരത്തിൽ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് അവസരം ലഭിക്കും എന്ന കാര്യം കൂടി അമിത്ഷാ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. നേരത്തെ നക്സൽ ബാധിത സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുടെയും ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ യോഗത്തിലും ചുവപ്പൻ ഭീകരത എന്നേക്കുമായി രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കും എന്ന പ്രതികരണം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയിരുന്നു. മാവോയിസ്റ്റ് ഭീകര പ്രവർത്തനങ്ങളിൽ 60% മുകളിൽ കുറവ് വരുത്തിയിട്ടുണ്ട്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും കർശനമായ നടപടികളാണ്. 2026 മാവോയിസ്റ്റ് ഭീകരവാദം പൂർണ്ണമായും ഇല്ലാതാക്കും എന്ന പ്രഖ്യാപനമാണ് ഛത്തീസ്ഗഡിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കിയത്. ജിഷ്ണു, ഒപ്പം എടുത്തു പറയേണ്ടത് ചില സംസ്ഥാനങ്ങളിൽ സംസ്ഥാന സർക്കാരുകൾ പോലും മാവോയിസ്റ്റ് ഭീകരതയ്ക്ക് കൂട്ടുനിൽക്കുന്ന എന്നുള്ള ചില കാര്യങ്ങൾ നേരത്തെയും പുറത്തു വന്നിരുന്നു. കേരളത്തിലടക്കം മാവോയിസ്റ്റ് ഭീകരതയ്ക്ക് ഇടത് സർക്കാർ കൂട്ടുനിൽക്കുന്നു എന്നുള്ളൊരു കാര്യമൊക്കെ നേരത്തെയും ചർച്ചയായതാണ്. ഒരുപക്ഷെ അങ്ങനെയെങ്കിൽ അത്തരം വിഷയങ്ങളിലേക്ക് കൂടി അല്ലെങ്കിൽ അത്തരം ചില സംസ്ഥാനങ്ങളിലേക്ക് കൂടി കൂടുതൽ അന്വേഷണ ഏജൻസികളുടെ ശക്തമായൊരു അന്വേഷണം അല്ലെങ്കിൽ നടപടികളൊക്കെ തന്നെയല്ലേ ഇനി ഉണ്ടാകാൻ പോവുക?
വിഷ്ണു, തീർച്ചയായും ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, കേരളം ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ, മാവോയിസ്റ്റ് ബാധിത സംസ്ഥാനങ്ങളിൽ ഇതിനോടകം തന്നെ കേന്ദ്ര ഏജൻസികൾ വളരെ കൃത്യമായ നിരീക്ഷണവും മാവോയിസ്റ്റ് വിരുദ്ധ നടപടികളും സ്വീകരിക്കുന്നുണ്ട്. വിഷ്ണു ചൂണ്ടിക്കാട്ടിയതുപോലെ ഇതിൽ ചില സംസ്ഥാനങ്ങൾ ഇത്തരം പ്രവർത്തനങ്ങളോട്, മാവോയിസ്റ്റ് വിരുദ്ധ പ്രവർത്തനങ്ങളോട് കാര്യമായി പ്രതികരിക്കുന്നില്ല എന്നൊരു ആക്ഷേപം നേരത്തെ ആഭ്യന്തര മന്ത്രാലയം ഉയർത്തിയിരുന്നു. അതിനുശേഷമാണ് നക്സൽ ബാധിത സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായും ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുമായും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പ്രത്യേക യോഗം ചേർന്നത്. വിഘടനവാദ പ്രവർത്തനങ്ങൾ, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന മാവോയിസ്റ്റ് ഭീകരവാദ പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ സുരക്ഷയെ, ഒപ്പം വികസന പ്രവർത്തനങ്ങളെ, ജനക്ഷേമ പദ്ധതികളെ, രാജ്യത്തിന്റെ മുൻപോട്ട് പോക്കിനെ ബാധിക്കുന്നുണ്ട് എന്നും ഭീകരവാദ പ്രവർത്തനങ്ങൾ എന്നേക്കുമായി അവസാനിപ്പിക്കണം എന്ന സന്ദേശം ആ യോഗത്തിൽ തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ നൽകിയിരുന്നു. ആ യോഗത്തിലാണ് മാവോയിസ്റ്റ് ഭീകരവാദ പ്രവർത്തനങ്ങളിൽ 60% കുറവുണ്ടായി എന്ന കണക്കുകൾ സഹിതം ആഭ്യന്തരമന്ത്രി ചൂണ്ടിക്കാട്ടിയതും. ഇന്നിപ്പോൾ ഛത്തീസ്ഗഡ് പോലീസ് സേനയുടെ 25ാം വാർഷികവും ഒപ്പം രാഷ്ട്രപതിയുടെ പുരസ്കാര വിതരണ ചടങ്ങുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ സംസാരിക്കവെയാണ്. ഛത്തീസ്ഗഡ് നമുക്കറിയാം, ബിഷ്ണുപൂർ ജില്ലയുൾപ്പെടെ മാവോയിസ്റ്റ് ബാധിത മേഖലയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലും അവിടെ മാവോയിസ്റ്റ് ആക്രമണം നടന്നിരുന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥർ ജീവൻ പണയം വെച്ചുകൊണ്ടാണ് അവിടെ മാവോയിസ്റ്റ് വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പോരാട്ടത്തിൽ ഏർപ്പെടുന്നത്. അതുകൊണ്ട് ആ ഛത്തീസ്ഗഡിന്റെ മണ്ണിൽ നിന്നുകൊണ്ടാണ് ഇത്തവണ കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്യത്ത് ചുവപ്പൻ ഭീകരത 2026 തുടച്ചു നീക്കുമെന്ന് വ്യക്തമാക്കുന്നത്. അതിന് വളരെ കൃത്യമായി വിഷ്ണു ചൂണ്ടിക്കാട്ടിയതുപോലെ ആ പ്രഖ്യാപനത്തിനപ്പുറത്തേക്ക് വളരെ കാര്യക്ഷമമായ നടപടികൾ ഉണ്ടാകും എന്ന് നമുക്ക് മനസ്സിലാക്കാം. കേന്ദ്ര ഏജൻസികൾ വളരെ കൃത്യമായി ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട്. മാവോയിസ്റ്റ് ഭീകരരോട് കേന്ദ്രസേന അല്ലെങ്കിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ നൽകുന്ന മുന്നറിയിപ്പ് ഒന്നുകിൽ ആയുധം വെച്ച് കീഴടങ്ങി നിയമാനുസൃതമായ പുനരധിവാസത്തിൽ പങ്കാളിയാവുക, അതല്ലെങ്കിൽ കർശനമായ നിയമ നടപടി നേരിടുക എന്നതാണ് സുരക്ഷാ ഏജൻസികൾ മാവോയിസ്റ്റ് ഭീകരർക്ക് നൽകുന്ന മുന്നറിയിപ്പ്. വിഷ്ണു. ശരി, ജിഷ്ണു കൃഷ്ണനാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്.